ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS പരിസര പഠനത്തിലെ രണ്ടാമത്തെ പാഠമായ ഇന്ത്യ എൻ്റെ രാജ്യം എന്ന് പറയുന്ന പാഠവും അതിലെ പാഠവിശദീകരണവും അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം ഇന്ത്യ എൻ്റെ രാജ്യം എന്ന് പറയുന്ന പാഠത്തിലെ വിലയിരുത്താം എന്ന് പറയുന്ന ആ ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ പാഠമാണിത്. അപ്പോൾ നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് 4ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസായ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ EVSലെ ഇന്ത്യ എൻ്റെ രാജ്യം എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമായ കൂട്ടുകാർ അതും കൂടെ കാണുക. അപ്പോൾ നമുക്ക് ഈ പാഠത്തിലേക്ക് കടക്കാം. അപ്പോൾ പാഠത്തിൻ്റെ പേരെന്താണ്? ഇന്ത്യ എൻ്റെ രാജ്യം. തേജസിൻ്റെ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുകയാണ്. അതാണ് നമ്മുടെ ആദ്യം ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇൻഡിപെൻഡൻസ് ഡേ സ്വാതന്ത്ര്യ ദിനത്തിന് കൂടുതലായിട്ടും പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് സാമൂഹ്യശാസ്ത്രം ക്ലബ്ബായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ തേജസിൻ്റെ സ്കൂളിലും അങ്ങനെ ഒരുപാട് പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മേഘ ടീച്ചർ ഓരോ ഗ്രൂപ്പിനും ചുമതലകൾ നൽകി. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട പതിപ്പ് തയ്യാറാക്കുന്ന ചുമതലയാണ് തേജസിനും കൂട്ടുകാർക്കും ലഭിച്ചത്. അപ്പോൾ ടീച്ചർ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തേജസിന് കിട്ടിയിട്ടുള്ളത് എന്താണ്? അതായത് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടിട്ട് പതിപ്പ് തയ്യാറാക്കുക എന്നതാണ്. പതിപ്പിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അവർ ഗ്രന്ഥശാല സന്ദർശിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിനുള്ള കാര്യങ്ങളെല്ലാം വിവരങ്ങളെല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ഗ്രന്ഥശാലയിലേക്ക് പോയി. അവരുടെ മുൻ അധ്യാപകനായ വിനയൻ മാഷാണ് ഗ്രന്ഥശാലയുടെ ലൈബ്രറിയൻ. കുട്ടികൾ മാഷിനോട് ഗ്രന്ഥശാല സന്ദർശനത്തിൻ്റെ ഉദ്ദേശവും വ്യക്തമാക്കി. അപ്പോൾ അവർക്ക് എന്താണ് കാര്യം അത് മാഷിനോട് പറഞ്ഞു. കുട്ടികളെ, നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ ആരാണെന്ന് പറയാമോ? വിനയൻ മാഷ് ചോദിച്ചു. ബ്രിട്ടീഷുകാർ, ഭവ്യ ആവേശത്തോടെ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ആ കുട്ടിയും അവിടെ പറഞ്ഞത്. മിടുക്കി, ആട്ടെ, എങ്ങനെയാണ് അവർ നമ്മുടെ അധികാരികളായി മാറിയതെന്ന് നിങ്ങൾക്കറിയാമോ? കുട്ടികൾ അറിയില്ലെന്ന മട്ടിൽ പരസ്പരം നോക്കി. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നുണ്ടാകും. പക്ഷെ എങ്ങനെയാണ് അവർ ഇതിൻ്റെ അധികാരികളായി മാറിയത് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് മാഷ് ചോദിച്ചു. അപ്പോൾ അവർക്ക് പരസ്പരം അവർ അറിയില്ലെന്ന മട്ടിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയത്. മാഷ് ഗ്രന്ഥശാലയിൽ നിന്ന് ഒരു ചിത്രകഥാ പുസ്തകം അവർക്ക് വായിക്കാനായി നൽകി. കൂട്ടുകാർ താല്പര്യത്തോടെ പുസ്തകം വായിച്ചു തുടങ്ങി. അപ്പോൾ ആ ചിത്രകഥാ പുസ്തകത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് അടുത്ത പേജിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് നോക്കാം. ഒന്നാമത്തെ ചിത്രം ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനെയാണ് വിദേശികൾ കപ്പലുകൾ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. അപ്പോൾ ആദ്യമായിട്ട് വിദേശികൾ ഇന്ത്യയിലെത്തിയിട്ടുള്ളത് കുരുമുളക്, അതുപോലെ തന്നെയുള്ള പട്ട്, പരുത്തി എന്നിവ തുണിത്തരങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവർ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ചിത്രം പതിയെ പതിയെ അവർ രാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് ഇവിടെ വ്യവസായശാലകൾ സ്ഥാപിച്ചു. അപ്പോൾ നമ്മുടെ രാജാക്കന്മാരിൽ നിന്ന് അവർ പതിയെ ഓരോ ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തിട്ട് നേടിയെടുത്തിട്ട് അവർ ഇവിടെ വ്യവസായശാലകളെല്ലാം സ്ഥാപിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ ചിത്രം ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ചു നിന്നിരുന്നതിനാൽ വിദേശികൾക്ക് എളുപ്പത്തിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു, പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അവിടുത്തെ രാജാക്കന്മാർ പരസ്പരം ശത്രുതയായിരുന്നു. ആ ഒരു ശത്രുത എന്ത് ചെയ്ത് വിദേശികളെ എളുപ്പത്തിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. നാലാമത്തെ പീരങ്കി, തോക്ക് തുടങ്ങി മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെ അവർ വരുതിയിലാക്കി. അവരുടെ ഒരുപാട് യുദ്ധതന്ത്രങ്ങളും അതുപോലെ തന്നെ ആയുധങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം അവരുടെ വരുതിയിലാക്കാൻ അവർക്ക് എളുപ്പത്തിൽ സാധിച്ചു. അഞ്ചാമത്തെ ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. നാട്ടുരാജ്യങ്ങൾ അവർ പിടിച്ചെടുത്തു. അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ കൃഷിയും കച്ചവടവും രാജാക്കന്മാരെയും എല്ലാം അവരുടെ നിയന്ത്രണത്തിലാക്കുകയും അതുപോലെ തന്നെ അവർ നാട്ടുരാജ്യങ്ങളെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്തു. ആറാമത്തേത് കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി. പിന്നീടുള്ള 200ഓളം വർഷം ഇന്ത്യ അവരുടെ അധീനതയിലായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുക? ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളും അവരുടെ കീഴിലായി
ഇല്ലാതാക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്തത്. അങ്ങനെ അവർ പിന്നീടുള്ള 200ഓളം വർഷം അവർ ഇന്ത്യ ഭരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ചിത്രകഥയുടെ 6 ഭാഗങ്ങൾ. ചിത്രകഥ വായിച്ചല്ലോ, ഇനി എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. മാഷ് തുടർന്നു. മാഷിൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങളും ഉത്തരം കണ്ടെത്തും. അപ്പോൾ നിങ്ങളും ഇത് വായിച്ചല്ലോ, അപ്പോൾ നിങ്ങളും ഈ മാഷിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, വിദേശികൾ ഇന്ത്യയിലെത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവർ ഏലം, കുരുമുളക് പോലുള്ള സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി പോലുള്ള തുണിത്തരങ്ങൾക്കുമാണ് അവർ ഇന്ത്യയിലെത്തിയത്. രണ്ടാമത്തേത്, വിദേശികൾക്ക് ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞത് എങ്ങനെയാണ്? അവർ ഇന്ത്യയിലെ രാജാക്കന്മാർ തമ്മിൽ ശത്രുക്കളായി പോരടിച്ചിരുന്നതിനാൽ വിദേശികൾക്ക് എളുപ്പത്തിൽ അധികാരം പിടിക്കാനായി. അവർ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് അങ്ങനെ അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു. മൂന്നാമത്തേത്, ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യക്കാർ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടായിരുന്നു? അതായത് അവരുടെ പീരങ്കി, തോക്ക് പോലെയുള്ള ഉയർന്ന ആയുധങ്ങൾ, യുദ്ധരീതികളും ഉണ്ടായിരുന്നതിനാലാണ് ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതിരുന്നത്. ഓക്കെ, അപ്പോൾ 3 ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. അടുത്ത ഭാഗമാണ് ബ്രിട്ടീഷുകാർക്കെതിരെയായ പോരാട്ടങ്ങൾ. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വളരെയധികം പ്രയാസം അനുഭവിച്ചു അല്ലേ മാഷ്? നീന ചോദിച്ചു. അതെ, പൊറുതിമുട്ടിയ ജനം വിവിധ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെയായ സമരങ്ങൾക്ക് തുടക്കമിട്ടു. നിയമങ്ങൾ ലംഘിച്ചും നിസ്സഹകരണം പ്രഖ്യാപിച്ചും ജാഥകൾ സംഘടിപ്പിച്ചും അവർ പ്രതിഷേധിച്ചു. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ ജനത ഒരുപാട് അവരുടെ കഷ്ടതകൾ, അവരുടെ ഒരുപാട് വേദനകൾ, പ്രയാസങ്ങളെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയുകയാണ് നീന. അപ്പോൾ അതെ, ഒരുപാട് പൊറുതിമുട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതുമൂലം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ ജനതകൾ ഒരുപാട് രീതിയിലുള്ള സമരങ്ങളും അതുപോലെ തന്നെ ജാഥകളുമെല്ലാം സംഘടിപ്പിച്ചിട്ട് അവരവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇത്തരം പ്രതിഷേധങ്ങളല്ലേ മാഷെ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉടൻ വന്നു നവീനിൻ്റെ സംശയം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ സമരവുമല്ലേ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് നവനീത് സംശയമായി ചോദിച്ചു. മിടുക്കൻ! മാഷ് നവീനിനെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. ഇനി നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിലെ ചില പ്രധാന സംഭവങ്ങൾ പരിചയപ്പെടാം. മാഷ് അലമാറയിൽ നിന്ന് ഒരു പുസ്തകമെടുത്ത് കുട്ടികൾക്ക് കൊടുത്തു. അപ്പോൾ നമുക്കും നോക്കാം എന്താണ് പ്രധാന സംഭവങ്ങൾ എന്നെല്ലാം. പുസ്തകത്തിൽ നിന്ന് കുട്ടികൾ ശേഖരിച്ച് വിവരങ്ങൾ വായിക്കൂ. അപ്പോൾ അവർ പ്രധാന സംഭവങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ഉപ്പ് സത്യാഗ്രഹം. അത് നടന്നിട്ടുള്ളത് 1930-ലായിരുന്നു. അപ്പോൾ നമുക്ക് ഉപ്പ് സത്യാഗ്രഹം എന്താണെന്ന് നോക്കാം. ഓക്കെ, അക്കാലത്ത് കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന ജോലിയിൽ ധാരാളം ഇന്ത്യക്കാർ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് കടലിൽ നിന്ന് വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഉപ്പുണ്ടാക്കുന്ന ജോലിയിൽ ഒരുപാട് ഇന്ത്യക്കാരുണ്ടായിരുന്നു. ക്രൂരമായ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന നികുതി, അതായത് ഒരു പ്രത്യേക തുക അടക്കണമെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇങ്ങനെ ജോലി ചെയ്യണമെങ്കിൽ അതിനൊരു നികുതി അല്ലെങ്കിൽ ഒരു പ്രത്യേക തുക അടക്കണമെന്ന് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കുന്നവരെ തടങ്കലിലിറക്കി. ഇതിനെതിരെ ഗാന്ധിജി ജനങ്ങളെ സംഘടിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ അത് കൊടുക്കാണ്ട് ഉപ്പ് വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്നവർക്കെതിരെ അവരെന്ത് ചെയ്തു? അവരവരുടെ തടങ്കലിൽ ആക്കി എന്നാണ് പറയുന്നത്. ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ നിന്ന് വളരെ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് ജാഥയിൽ അവർ നീങ്ങി. അപ്പോൾ അവർക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ട് ഗാന്ധിജി ഉൾപ്പെടുന്ന ആളുകൾ സബർമതി ആശ്രമത്തിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് ജാഥയായി അവർ നീങ്ങി. കടലിൽ നിന്ന് ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് ഗാന്ധിജി പറഞ്ഞു, ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല. അതായത് ഗാന്ധിജി അവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് ഞാൻ വിട്ടുകൊടുക്കില്ല. അത്രയും ശക്തമായിട്ടുള്ളൊരു അത്രയും ആളുകൾ കൂടിയിട്ടുള്ളതും അത്രയും ശക്തമായിട്ടുള്ളൊരു സത്യാഗ്രഹം തന്നെയായിരുന്നു ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. അടുത്തത്, ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ടീച്ചറുടെ സഹായത്തോടെ കണ്ടെത്തും. അതായത് അതിൻ്റെ സംഘടിപ്പിച്ച തീയതി, സ്ഥലം, ഗാന്ധിജിയുടെ നേതൃത്വം, ദണ്ഡി യാത്ര ഇവയെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ടീച്ചറുടെ സഹായത്തോടെ ഒരു കുറിപ്പ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ കുറിപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ,
നമുക്ക് നോക്കാം. അതിൻ്റെ തീയതിയും സ്ഥലവും 1930 മാർച്ച് 12-നാണ് ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്. ഇത് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടൽ തീരം വരെ നടത്തിയ ജാഥയായിരുന്നു. അതുപോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു ഇതുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ ഉപ്പിന് നികുതി വാങ്ങുന്നതിനെതിരെ ഗാന്ധിജി ജനങ്ങളെ ഒരുമിപ്പിച്ചു. ഉപ്പ് അടക്കമുള്ള നിത്യവസ്തുക്കൾ ഇന്ത്യക്കാർക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയണമെന്നും ഗാന്ധിജി ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ദണ്ഡി യാത്ര 240 കിലോമീറ്റർ ദൂരം ഗാന്ധിജിയുടെ അനുയായികളും കാൽനടയായി നടന്നുപോയി. ദണ്ഡി കടൽ തീരത്ത് ചെന്ന് കടലിൽ നിന്ന് ഒരു പിടി ഉപ്പെടുത്ത് എന്നിട്ട് അതിലെ പ്രധാന സന്ദേശം ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല എന്ന് ഗാന്ധിജി പറഞ്ഞു. ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ശക്തമായ സമരമായി മാറി. അപ്പോൾ ഇതാണ് കൂടുതൽ വിവരങ്ങൾ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ടീച്ചറോടോ അല്ലെങ്കിൽ നിങ്ങൾ ഫോണിലോ മുതിർന്നവരോടോ ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അടുത്തതാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 1942-ലാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് മാഷ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഡയറി കുറിപ്പ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഒരു ഡയറി കുറിപ്പാണ്. അപ്പോൾ 1942 ആഗസ്റ്റ് 8 അന്ന് എഴുതിയിട്ടുള്ളതാണ് ആ ഡയറി കുറിപ്പ്. അപ്പോൾ നമുക്കത് വായിച്ചു നോക്കാം. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും ആവേശവും ഊർജവും ലഭിച്ച ദിനമായിരുന്നു ഇന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുംബൈ സമ്മേളനത്തിൽ ഇന്ന് ഞാൻ പങ്കെടുത്തു. സമ്മേളനത്തിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ എന്ന ആവേശം അവതരിപ്പിക്കപ്പെട്ടു. ഇന്ത്യ വിടുക എന്നതാണ് ഈ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും ശക്തിയാർന്ന സമരമായിരിക്കണം ഇതെന്ന് ഗാന്ധിജി ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ബാബുജി എല്ലാവരോടും ആഹ്വാനം ചെയ്തു. ഇത് കേട്ട് ഞാൻ അറിയാതെ എഴുന്നേറ്റ് നിന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ക്വിറ്റ് ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യത്തെക്കുറിച്ച്. അപ്പോൾ അതിലെ ഒരു ഡയറി കുറിപ്പാണ് നമ്മളിവിടെ വായിച്ചത്. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് ആയിരങ്ങൾ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാകുമല്ലേ മാഷേ? തേജസ് ചോദിച്ചു. തീർച്ചയായും ഈ സമരത്തിൻ്റെ മുദ്രാവാക്യം ഇന്ത്യയിലെങ്ങും മുഴങ്ങിക്കേട്ടു. ഇത് ജനങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു, മാഷ് പറഞ്ഞു. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് അതായത് ഒരുപാട് ആയിരങ്ങൾ പങ്കെടുത്തിട്ടുള്ളൊരു ജനലക്ഷോഭങ്ങൾ പങ്കെടുത്തിട്ടുള്ളൊരു ഇതായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഈ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ആ മുദ്രാവാക്യം ഇന്ത്യൻ ജനതകൾക്കിടയിൽ കൂടുതൽ ശക്തരാക്കാൻ അവർക്ക് ശക്തി പകർന്നു നൽകി എന്നാണ് മാഷ് ഇവിടെ പറഞ്ഞു കൊടുത്തത്. ഇനി അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് താഴെ പറയുന്ന വിവരങ്ങൾ ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കും. അതായത് ക്വിറ്റ് ഇന്ത്യ ദിനം, നേതൃത്വം നൽകിയവർ, സമരത്തിൻ്റെ ഫലം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ക്വിറ്റ് ഇന്ത്യ ദിനം 1942 ഓഗസ്റ്റ് 8-നാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത്. ഇത് ബോംബെ, അതായത് ഇപ്പോഴുള്ള മുംബൈ നഗരത്തിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതാണ്. നേതൃത്വം നൽകിയത് സമരത്തിന് മഹാത്മാഗാന്ധിജിയാണ് നേതൃത്വം നൽകിയത്. അദ്ദേഹം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ശക്തമായ സന്ദേശം നൽകി. ജവഹർലാൽ നെഹ്റു, സരോജിനി നായിഡു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അതുപോലെ സമരത്തിൻ്റെ ഫലമാണ് പറയുന്നത്. ഇനി ഇന്ത്യക്കാർ വലിയ എണ്ണം സമരത്തിൽ പങ്കെടുത്തു. ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം രാജ്യത്താകെ പ്രചാരത്തിലായി. ഇതിൻ്റെ ഫലമായി ഇന്ത്യയിലെ സ്വതന്ത്ര സമരം കൂടുതൽ ശക്തിയായി. അവസാനം 1942 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഈ സമരവും വഴിത്തിരിവായി. അടുത്ത ഭാഗമാണ് സ്വാതന്ത്ര്യ സമരം കേരളത്തിലും. അപ്പോൾ കേരളത്തിലും ഒരുപാട് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലും ധാരാളം സമരങ്ങൾ നടന്നിട്ടുണ്ടാകില്ലേ മാഷേ? നവീൻ ചോദിച്ചു. ഉവ്വ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരവും ആവേശം കേരളത്തിലും അലയടിച്ചു. അപ്പോൾ കേരളത്തിലും ഒരു നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമര സമ്മേളനങ്ങൾ ആവേശം കേരളത്തിലും അലയടിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തും ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടു. സമരത്തിൻ്റെ നേതാവായി പ്രവർത്തിച്ചത് കെ കേളപ്പനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് എല്ലാവരും അദ്ദേഹത്തെ കേരള ഗാന്ധി എന്ന് വിളിച്ചു. അപ്പോൾ കെ കേളപ്പൻ അറിയപ്പെടുന്നത് കേരള ഗാന്ധി എന്നായിട്ടാണ്. കേരളത്തിൽ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മറ്റുള്ളവർ ആരൊക്കെയായിരുന്നു മാഷേ? അപ്പോൾ മറ്റ് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ കൂടുതൽ അറിയണമെന്നായി അങ്ങനെ 100 കണക്കിന് പേരുണ്ട് കേട്ടോ. ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, കെ ഗോപാലൻ, അക്കമ്മ ചെറിയാൻ, കുട്ടിമാളു അമ്മ തുടങ്ങി അനേക ആളുകളുണ്ട്. മാഷ് ഓർമ്മിപ്പിച്ചെടുത്തു. ഒരുപാട് പേരുകൾ ഇവർക്കൊപ്പം തന്നെ കേരളത്തിൽ ഒരുപാട്
സ്വാതന്ത്ര്യ സമര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ടവരുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാഷ് പറഞ്ഞ വിവരങ്ങളെല്ലാം കുട്ടികൾ കുറിച്ചെടുത്തു. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചെഴുതുക. അതായത് ഒരുപാട് മലബാർ കലാപം, അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം ഉണ്ടായിട്ടുണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, ഇവയെല്ലാമാണ് പ്രധാന സമരങ്ങളായിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഇനി അടുത്ത ഭാഗമാണ് സ്വാതന്ത്ര്യ സമര നേതാക്കൾ. ഒരുപാട് നേതാക്കൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സ്വന്തം മഹാത്മാഗാന്ധി. അപ്പോൾ ആദ്യം നമുക്ക് മഹാത്മാഗാന്ധിയെ കുറിച്ച് പഠിക്കാം. ഇന്ത്യയിലെമ്പാടുമുള്ള സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് പ്രചോദനമായ നേതാവ് ആരായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ കുട്ടികളെ? ഗാന്ധിജി. മാഷിന്റെ ചോദ്യവും കുട്ടികളുടെ ഉത്തരവും ഒരുമിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗാന്ധിജിയാണ് ഇതിന് വളരെയധികം പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത്. ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജിയെക്കുറിച്ച് കുട്ടികൾ ശേഖരിച്ച വിവരങ്ങൾ വായിക്കും. അപ്പോൾ ഇവിടെ താഴെ ഗാന്ധിജിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു യഥാർത്ഥ പേര്. ദക്ഷിണാഫ്രിക്കയിലെ വക്കീലുദ്യോഗം ഉപേക്ഷിച്ച് തിരികെ ഇന്ത്യയിലെത്തിയ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു. ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും ഹൃദ്യമായ ഇടപെടലുകളും കൊണ്ട് വളരെ പെട്ടെന്ന് അദ്ദേഹം ഇന്ത്യയുടെ നേതാവായി ഉയർന്നു. അപ്പോൾ അദ്ദേഹത്തിന് വക്കീലുദ്യോഗമായിരുന്നു, അത് ഉപേക്ഷിച്ചിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കുചേരുകയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ലളിതമായിരുന്നു. അതുപോലെ തന്നെ ഉയർന്ന ചിന്തയും ഹൃദ്യമായ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം വലിയൊരു ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവായി ഉയർന്നത്. സത്യവും അഹിംസവും അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിഞ്ഞു നിന്നു. കുട്ടികൾ അദ്ദേഹത്തെ ബാബുജി എന്ന് സ്നേഹത്തോടെ വിളിച്ചു. ചമ്പാരൻ സമരം 1917-ലാണ്, നിസ്സഹകരണ സമരം 1920-ലാണ്, ഉപ്പ് സത്യാഗ്രഹം 1930-ലാണ്, ക്വിറ്റ് ഇന്ത്യ സമരം 1942-ലാണ് തുടങ്ങിയവർക്ക് അദ്ദേഹം നേതൃത്വം നൽകി. അപ്പോൾ ഇന്ത്യയിലുണ്ടായിട്ടുള്ള മിക്ക സമരങ്ങൾക്കും നേതൃത്വം നൽകിയത് ഗാന്ധിജിയായിരുന്നു. ഇനി അടുത്തത് ഒരു പ്രവർത്തനമാണ്. ഗാന്ധിജിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സ്കൂൾ ലൈബ്രറിയുടെ സഹായത്തോടെ ശേഖരിച്ച് ചെറു വിവരണം തയ്യാറാക്കൂ. സംഘങ്ങളായി ഗാന്ധി പതിപ്പ് തയ്യാറാക്കും. അതായത് നിങ്ങളോട് അതിൻ്റെ ഒരു വിവരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകണം. ജന്മസ്ഥലം, ജനനം, മാതാപിതാക്കൾ, ആത്മകഥ, ജീവിത രീതി, സ്വഭാവ ഗുണങ്ങൾ, സമരരീതി, ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറു വിവരണമാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്കത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഗാന്ധിജിയെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗാന്ധിജി സത്യത്തിൻ്റെയും അഹിംസയുടെയും പ്രതീകം. മഹാത്മാഗാന്ധിജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവാണ്. അദ്ദേഹം 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. കരംചന്ദ് ഗാന്ധിയും പുത്ലിഭായും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ്. യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. ദക്ഷിണാഫ്രിക്കയിൽ വക്കീലായ ജോലി ചെയ്തിരുന്ന ഗാന്ധിജി പിന്നീട് ഇന്ത്യയിലെത്തി. ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട് സത്യവും അഹിംസവും ആത്മീയമായി സ്വീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി. പാവങ്ങളെ പോലെ വസ്ത്രം ധരിച്ചു. പ്രാചീന ഇന്ത്യൻ മൂല്യങ്ങൾക്കൊപ്പം നിൽക്കാൻ എല്ലാവരോടും പ്രചോദിപ്പിച്ചു. സത്യാന്വേഷണത്തിൻ്റെ കഥ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. ഗാന്ധിജിയുടെ സമരരീതിയാണ് സത്യാഗ്രഹം, അതായത് സത്യം പിടിച്ച് അഹിംസാപഥത്തിൽ നീങ്ങുക. അദ്ദേഹം ചമ്പാരൻ സമരം, നിസ്സഹകരണ സമരം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകി. അദ്ദേഹത്തെ കുട്ടികളും മുതിർന്നവരും സ്നേഹത്തോടെ ബാബുജി എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ സത്യനിഷ്ഠതയും സഹിഷ്ണുതയും ഇന്ത്യക്കാർക്ക് വലിയ പ്രചോദനമായി. ഗാന്ധിജിയുടെ നിർഭീമമായ സമരങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത വഴിയായിരുന്നു. ഇനി അടുത്ത സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ജവഹർലാൽ നെഹ്റു. ഇനി മറ്റൊരാളെ കുറിച്ച് പരിചയപ്പെടുത്താം. താഴെ നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്ന് ആളെ കണ്ടെത്താമോ? വിനയൻ മാഷ് ചോദിച്ചു. അതായത് കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ആ സൂചനകളിൽ നിന്ന് നമ്മളോട് ആളെ മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും, കാരണം അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാകും ചാച്ചാജിയാണെന്ന്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിൽ ഗാന്ധിജിക്കൊപ്പം പ്രവർത്തിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ സ്വതന്ത്രം നേടിയ വിവരം പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ്. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ആരാണ്? എല്ലാവരും ചേർന്ന് ഉത്തരം പറഞ്ഞു, ജവഹർലാൽ നെഹ്റു. അപ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. അതുപോലെ തന്നെ ചാച്ചാജി എന്നാണ് കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തും.
അപ്പോൾ ഇവിടെ ചോദ്യം കൊടുത്തിട്ടുള്ളത് നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്. ഈ ദിനം ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത് എന്നാണ്. ജവഹർലാൽ നെഹ്റു ജനിച്ചത് 1889 നവംബർ 14 ഈ ദിവസം നാം ശിശുദിനമായി ആഘോഷിക്കുന്നു. കാരണം നെഹ്റുവിന് ചാച്ചാച്ചി, അതായത് നെഹ്റുവിന് കുട്ടികളെ വളരെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അന്ന് ശിശുദിനമായി നമ്മൾ ആഘോഷിക്കുന്നത്. ഇനി രണ്ടാമത്തേത് നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? എന്താണ്? ടുവേർഡ് ഫ്രീഡം, സ്വതന്ത്രത്തിലേക്ക് എന്നതാണ് അതിൻ്റെ ആത്മകഥയുടെ പേര് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇവിടെ കുറച്ച് ആളുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചൊരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കും. സ്വതന്ത്ര സമരത്തിൽ പ്രധാന പങ്കുവഹിച്ച മറ്റു ചിലരെക്കുറിച്ച് മാഷ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അവരുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു, ബാലഗംഗാധര തിലക്, ഭഗത് സിംഗ്, അരുണ ആസിഫ് അലി ഖാൻ, അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പോൾ ഇവരെല്ലാം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് സ്വാതന്ത്ര്യ സമര. അപ്പോൾ ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഒന്നാമത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വനിത, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. ആരാണത്? സരോജിനി നായിഡു ആണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ പേരെഴുതുക. അടുത്തത്, ബ്രിട്ടീഷുകാർക്കെതിരെ ധീരതയോടെ ആയുധമെടുത്ത് പോരാടി 23-ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ടു. ആരാണ്? ഭഗത് സിംഗ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ രാജ്ഞി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നിങ്ങനെ വിളിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം അരുണ ആസിഫ് അലി. നാട്ടുരാജ്യങ്ങളെ ചേർത്ത് ഇന്ത്യ എന്ന രാജ്യം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നേതാജി എന്ന് വിളിക്കപ്പെട്ടു. ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശം, ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു ലോക്മാന്യ എന്നറിയപ്പെടുന്നു ബാലഗംഗാധര തിലക്. ഗാന്ധിജിയെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ച ഗുരു സെൻവെൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചു. ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആദർശങ്ങൾ പിന്തുടർന്നു അതിർത്തി ഗാന്ധി എന്ന് പേരിൽ അറിയപ്പെട്ടു. ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ചുമർ പത്രിക തയ്യാറാക്കൂ. അടുത്തത് നിങ്ങൾക്കുള്ള ഒരു പ്രവർത്തനമാണ്. അതായത് നിങ്ങളുടെ നാട്ടിൽ സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവരുടെ അഭിമുഖം നടത്തി വിവരങ്ങൾ ശേഖരിക്കും. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുണ്ടെന്ന് കൂടി അന്വേഷിച്ചറിയും. അതായത് എല്ലാ സ്ഥലങ്ങളിലും ഇത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതായത് നിങ്ങൾക്ക് നിങ്ങളെ പരിചയമുള്ളത് അല്ലെങ്കിൽ നാട്ടിലുള്ളവരുമായിട്ട് അവർക്ക് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ അവരുമായിട്ടൊരു അഭിമുഖം നടത്തുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കുക. അതിന് അടുത്ത ടോപ്പിക്കാണ് ഇന്ത്യ സ്വതന്ത്രത്തിലേക്ക്. വിനയൻ മാഷിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി കുട്ടികൾ സ്വാതന്ത്ര്യദിന പതിപ്പ് തയ്യാറാക്കി. മേഘ ടീച്ചർ പ്രകാശനം ചെയ്ത പതിപ്പിലെ വിവരങ്ങൾ വായിക്കും. അപ്പോൾ അവരങ്ങനെ സ്വാതന്ത്ര്യദിന പതിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രകാശനം ചെയ്തിട്ടുള്ള പതിപ്പിലെ വിവരങ്ങളാണ് നമ്മളിനി വായിക്കാൻ പോകുന്നത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യയിലെമ്പാടും നിരവധി സമരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. ഗാന്ധിജിയെ പോലുള്ള നേതാക്കളുടെ വാക്കുകൾ സമരങ്ങൾക്ക് ആവേശം പകർന്നു. അപ്പോൾ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നേതാക്കന്മാരുടെ വാക്കുകൾ വളരെയധികം സമരങ്ങൾക്ക് ആവേശം നൽകിയിട്ടുണ്ട്. ചില സമരങ്ങൾ കലാപങ്ങളായി മാറി. നിരവധി ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടി. അവരിൽ കൂടുതൽ പേർക്കും ജീവൻ നഷ്ടമായി. അപ്പോൾ തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും അവർ അതിൽ നിന്ന് പിന്മാറാത്തൊരവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. സമരങ്ങൾ നേതൃത്വം നൽകിയ നേതാക്കൾ പലവട്ടം ജയിലിൽ അകപ്പെട്ടു. അവർക്കൊപ്പം ആയിരക്കണക്കിന് ആളുകൾ അറസ്റ്റ് വരിച്ചു. ഇന്ത്യക്കാരുടെ മേൽ കഠിനമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ സമരം ചെയ്തിട്ടുള്ള ഒരുപാട് വ്യക്തികൾക്ക് ധീരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടക്കുകയും അതുപോലെ തന്നെ അവരെ കഠിനമായിട്ടുള്ള ശിക്ഷകളൊക്കെ അടിച്ചേൽപ്പിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ നിരന്തരമായ സമരങ്ങളുടെയും ചർച്ചകളുടെയും ഫലമായി ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർക്ക് കൈമാറാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. അങ്ങനെ ഒരുപാട് സമരങ്ങളെല്ലാം ചെയ്ത് അവർ നിർബന്ധിതരാകുകയാണ്. അതായത് ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർക്ക് തന്നെ കൈമാറുക എന്നതിലേക്ക് അവരവസാനം എത്തി. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതായി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത് 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയത് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അപ്പോൾ നമുക്കറിയാം, സ്വാതന്ത്ര്യ ഇന്ത്യയിൽ നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്.
ഈ അർദ്ധരാത്രിയിൽ ലോകം നിദ്രയിലായിരിക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്, അദ്ദേഹം ആവേശത്തോടെ പ്രസംഗിച്ചു. അതായത് ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഈ അർദ്ധരാത്രി എന്ന് പറയുന്ന നിദ്രയിലായിരിക്കുമ്പോൾ, ലോകം മുഴുവൻ ഉറക്കത്തിലായിരിക്കുമ്പോൾ ഇന്ത്യ എന്താണ്, ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വായിച്ചല്ലോ. സ്കൂൾ ലൈബ്രറി ഉപയോഗപ്പെടുത്തി കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തും. അപ്പം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. താഴെ നൽകിയ പ്രസ്താവനകൾക്ക് നേരെ ഉചിതമായ അടയാളം ശരി അല്ലെങ്കിൽ തെറ്റ് നൽകും. അപ്പോൾ ഇവിടെ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് നേരെ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത്, അനേകം ആളുകൾ ജീവൻ നഷ്ടപ്പെട്ട് നേടിയതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അതായത് നമ്മൾ ശരിയാണല്ലേ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ശരിയാണ്. ഇതിനടുത്തത്, നമുക്ക് സ്വാതന്ത്ര്യം നേടുന്ന സമര നേതാക്കളെ നാം ആദരവോടെ ഓർക്കേണ്ടതുണ്ട്. അതും ശരിയാണ്. നമ്മളവരെ നന്നായി തന്നെ ആദരവോട് തന്നെ ഓർക്കേണ്ടതുണ്ട്. 3, നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നാം സംരക്ഷിക്കുകയും പങ്കുവെക്കുകയും വേണം. അതും ശരിയാണ്. ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നാം അഭിമാനിക്കുകയും രാജ്യസ്നേഹം പുലർത്തുകയും വേണം. അതും ശരിയാണ്. എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനം നാം സമുചിതമായി ആഘോഷിക്കണം. അതും ശരിയാണ്. അടുത്തത്, ഒരു ആൽബം തയ്യാറാക്കുക എന്നതാണ്. അതായത് നിങ്ങൾ ടീച്ചറുടെ സഹായത്തോടെ സ്വാതന്ത്ര്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട പത്രപ്രവർത്തനങ്ങളും ചിത്രങ്ങളും ഇന്റർനെറ്റിൽ നിന്ന് ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടെ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കും. അപ്പോൾ നിങ്ങൾ ടീച്ചറുമായി സഹായത്തോടെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ടോപ്പിക് ഇന്ത്യയുടെ ഭരണഘടന. ഇനി നമുക്ക് ഭരണഘടനയെക്കുറിച്ച് പഠിക്കാം. പാഠപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തും ഭരണഘടന എന്ന തലക്കെട്ടിൽ ചില വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ ആദ്യം, അതായത് നിങ്ങളിപ്പോൾ പേജ് മറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യ ഭാഗത്ത് നമ്മുടെ ഭരണഘടനയുടെ തലക്കെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ അവസാനത്തെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജിലും അങ്ങനെ കുറച്ച് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. അത് വായിക്കും. ഈ ഭരണഘടന തയ്യാറാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണെന്ന് അറിയാമോ? അപ്പോൾ അത് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് വായിച്ച് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കിയതിന് വളരെ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തികളുണ്ട്. BR അംബേദ്കർ ഒക്കെ വളരെ പ്രധാന നേതൃത്വം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇന്ത്യയുടെ ആദ്യ നിയമ മന്ത്രി ആയിരുന്ന ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കറുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഇന്ത്യക്കായി പുതിയൊരു നിയമസംഹിത തയ്യാറാക്കപ്പെട്ടു. ഇന്ത്യയുടെ ഭരണഘടന എന്നാണ് ഈ രേഖ അറിയപ്പെടുന്നത്. അതായത് സ്വതന്ത്ര ഇന്ത്യക്കായിട്ടൊരു നിയമസംഹിത തയ്യാറാക്കിയിട്ടുണ്ട് ഡോക്ടർ BR അംബേദ്കർ. അതാണ് നമ്മൾ ഇന്ത്യയുടെ ഭരണഘടന എന്നറിയപ്പെടുന്നത്. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. അതായത് നമ്മൾ ആഘോഷിക്കുന്ന റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് ഭരണഘടന നിലവിൽ വന്നത്. 1950 ജനുവരി 26. നന്നായി പഠിക്കുക ഈ ഭാഗങ്ങളൊക്കെ. പൗരരുടെ അവകാശങ്ങൾ, ചുമതലകൾ, സർക്കാരുകൾ, തിരഞ്ഞെടുപ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ അവകാശങ്ങൾ, അതുപോലെ തന്നെ ചുമതലകൾ, സർക്കാരുകൾ, തിരഞ്ഞെടുപ്പ് എന്നിവയെല്ലാം നമ്മൾ അതിൽ നിയമങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഉത്തരം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം ഏത് പേരിലാണ് നാം ആഘോഷിക്കുന്നത്? നമുക്കറിയാം 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ടുള്ളത്. ഈ ദിവസം നാം റിപ്പബ്ലിക് ഡേ എന്ന പേരിലാണ് നാം ആഘോഷിക്കുന്നത്. ഓക്കെ, അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം, അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തേത്, ഏറ്റവും വലിയ ലിഖിതം, അതായത് എഴുതപ്പെട്ട ഭരണഘടനയുള്ളത് ഏത് രാജ്യത്താണ്? ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. അടുത്ത ഭാഗമാണ് ഇന്നത്തെ ഇന്ത്യ. കുട്ടികൾ ലൈബ്രറിയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെച്ച് മേഘ ടീച്ചർ ചർച്ചയിൽ പങ്കുചേർന്നു. അപ്പോൾ ഇനി അവിടെ ചർച്ച നടത്തുകയാണ്. ടീച്ചറെ, അനേകം നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് ചേർത്തല്ലേ ഇന്ത്യ എന്ന രാജ്യം രൂപീകരിച്ചത്? ജഹാനാണ് ഇത്തവണ സംശയം ചോദിച്ചത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം രൂപീകരിച്ചിട്ടുള്ളത് ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ടാണെന്ന് ഒരു സംശയം ചോദിക്കുകയാണ്. അപ്പോൾ ടീച്ചർ, അതെ, ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത പ്രദേശങ്ങളെ ഭരണ സൗകര്യത്തിനായി
ഇതിനായി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് വേർതിരിച്ചു. ഇപ്രകാരം രൂപം കൊണ്ട പ്രദേശങ്ങൾ സംസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്നു. ടീച്ചർ വിശദീകരിച്ചു. അപ്പോൾ അത് ശരിയാണ്. അതായത് നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചു ഇങ്ങനെ വന്നിട്ടുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഈ സംസ്ഥാനങ്ങൾ പഠിക്കാം. സംസ്ഥാനങ്ങൾ. ടീച്ചർ കുട്ടികളെ ഇന്ത്യയുടെ ഭൂപടം പരിചയപ്പെടുത്തും. അതായത് അടുത്ത പേജിലുണ്ട് നമ്മുടെ മാപ്പ് എന്ന് പറയുന്ന ഭൂപടം. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇന്ത്യയിൽ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളാണുള്ളത്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണകേന്ദ്രത്തിന് തലസ്ഥാനം എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അവരുടെ തലസ്ഥാനങ്ങളെ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂപടം നിരീക്ഷിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളാണുള്ളത്. അതിൽ കേരളം ഒരു സംസ്ഥാനമാണ്. അതുപോലെ തന്നെ ഭരണ കേന്ദ്രമുണ്ട്, അതിനെയാണ് തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്കറിയാം കേരളത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. അപ്പം അങ്ങനെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ആ ഭൂപടം. അത് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ കേരളം അതിലുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള 27 സംസ്ഥാനങ്ങളും, അതായത് മൊത്തം 28 സംസ്ഥാനങ്ങളുടെ അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് തലസ്ഥാനങ്ങളുടെയും പേരുകളെല്ലാം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് താഴെ സംസ്ഥാനങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 28 സംസ്ഥാനങ്ങളുടെയും പേരുകൾ അവിടെ ഓരോന്നും എഴുതാനാണ്. 7 അവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ബാക്കിയുള്ളത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 28 സംസ്ഥാനങ്ങളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, കർണാടക, കേരളം, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, സിക്കിം, തമിഴ്നാട്, തെലങ്കാന, ത്രിപുര, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആ ബോക്സിൽ 28 സംസ്ഥാനങ്ങളുടെ പേരുകൾ എഴുതുക. ഓക്കെ, ഇപ്പോൾ സംസ്ഥാനങ്ങളും അവിടെ തലസ്ഥാനം ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ തലസ്ഥാനങ്ങളും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. 28 സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ തന്നെ അതിൻ്റെ തലസ്ഥാനങ്ങൾ, അതായത് ആന്ധ്രാപ്രദേശ്, അമരാവതി, അരുണാചൽ പ്രദേശ്, ഇറ്റാനഗർ, ആസാം, ദിസ്പൂർ, ബീഹാർ, പട്ന അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ ഇത് പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, അടുത്ത ഭാഗമാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഇന്ത്യയിൽ സംസ്ഥാന പദവി ഇല്ലാത്ത ചില പ്രദേശങ്ങളുണ്ട് കേട്ടോ. ഇവ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ഇത്തരം പ്രദേശങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മേഘ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട്, ഇവയെല്ലാം കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയപ്പെടുന്നു. മേഘ ചാടി എഴുന്നേറ്റ് പറഞ്ഞു. അതായത് ഇന്ത്യയിൽ സംസ്ഥാന പദവി ഇല്ലാതെ നേരിട്ട് കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളുണ്ട്. ആ പ്രദേശങ്ങളെയാണ് നമ്മൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ടീച്ചർ കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തി എഴുതും. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ നിങ്ങൾ ആ ഭൂപടം നിരീക്ഷിച്ച് നോക്കുക. അപ്പോൾ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും 8 എണ്ണമാണുള്ളത്. ഒന്നാമത്തത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളാണ്. അടുത്തത് ചണ്ഡീഗഡ് ആണ്. അതിനടുത്തത് എന്താ? ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദാമർ ആൻഡ് ദിയു ആണ്. ദാമർ ആൻഡ് ദിയു. നാലാമത്തത് ദില്ലിയാണ്. അതായത് ദേശീയ തലസ്ഥാന പ്രദേശമാണത്. അതുപോലെ തന്നെ ജമ്മു കാശ്മീർ, ലഡാക്ക്, ലക്ഷദ്വീപ്, പുതുച്ചേരി, പോണ്ടിച്ചേരി എന്ന് പറയുന്ന ഈ 8 പ്രദേശങ്ങളാണ്. അതായത് കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെ അതിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് ഇന്ത്യയുടെ ഭൂപടം നിരീക്ഷിച്ച് താഴെ നൽകിയിരിക്കുന്നവയ്ക്ക് ഉത്തരം കണ്ടെത്തൂ എന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഭൂപടം നിരീക്ഷിച്ചതിന് ശേഷം അതിന് ഉത്തരം നൽകുക. അപ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അയൽ രാജ്യങ്ങൾ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക എന്നിവയെല്ലാമാണ് നമ്മുടെ അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ അടുത്തതാണ് അറബിക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ആ ഭൂപടം നിരീക്ഷിച്ചാൽ മനസ്സിലാകും. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളാണ് അറബിക്കടലിൻ്റെ തീരത്തുള്ളത്. ഇതിനടുത്തത് ബംഗാൾ ഉൾക്കടൽ തീരത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അതായത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ.
അതുപോലെ അടുത്ത ചോദ്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാ? ഉത്തരം ഗോവ. അടുത്തത്, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ്. ഈ അടുത്തത് താഴെ നൽകിയിരിക്കുന്ന പദപ്രശ്നം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെ ചോദ്യങ്ങൾ അടുത്ത പേജിലാണ്. അപ്പം ഞാൻ ചോദ്യങ്ങൾക്ക് നേരെ ഉത്തരം എഴുതുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ ഓരോന്നും ഈ പദപ്രശ്നം പൂർത്തീകരിക്കണം. ഓക്കെ. അപ്പോൾ വലത്തോട്ടാണ് നിങ്ങളിത് എഴുതേണ്ടത്. ഒന്നാമത്തത്, കേരളത്തിൻ്റെ അയൽ സംസ്ഥാനം ബംഗളൂരു ആണ് തലസ്ഥാനം. അപ്പോൾ ബാംഗ്ലൂർ തലസ്ഥാനമുള്ളത് ഉത്തരം കർണാടകയാണ്. രണ്ടാമത്തത്, അറബിക്കടലിൻ്റെ തീരത്താണ് സ്ഥാനം, ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്നു, ഉത്തരം മഹാരാഷ്ട്രയാണ്. അടുത്തത് ഏതാണ്? അയൽ രാജ്യമായ മ്യാൻമറുമായി അതിർത്തിയുണ്ട്, ത്രിപുരയുടെ ചേർന്നാണ് സ്ഥാനം, മിസോറാമാണ്. അതുപോലത്തെ കൊഹിമ ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്, ഉത്തരം നാഗാലാൻഡ്. ബാംഗ്ലൂർ പ്രദേശത്തിൻ്റെ അതിർത്തിയുണ്ട്, ആസാമിൻ്റെ അയൽ സംസ്ഥാനമാണ്. ഏതാണ്? മേഘാലയയാണ്. രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യ തലസ്ഥാനമായ ഡൽഹിയോട് ചേർന്നാണ്, ഉത്തരം ഹരിയാന. അടുത്തതാണ്, വലുപ്പത്തിൽ രണ്ടാമതും ഈ സംസ്ഥാനം ഇന്ത്യയുടെ മധ്യഭാഗത്താണ്, ഉത്തരം മധ്യപ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സംസ്ഥാനം, ഉത്തരം രാജസ്ഥാൻ. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമാണ്, ചെന്നൈയാണ് തലസ്ഥാനം, ഉത്തരം തമിഴ്നാട്. ഒൻപതാമത്തത്, ഈ സംസ്ഥാനമായ ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത്, ഉത്തരം തെലങ്കാന. ഇനി മുകളിലേക്കാണ് എഴുതേണ്ടത്. പത്താമത്തത്, മുകളിലേക്ക് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന പട്നയാണ് തലസ്ഥാനം, ഉത്തരം ബീഹാറാണ്. കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ക്ലാസ്സിൽ ഒരു ചോദ്യോത്തര പയറ്റ് സംഘടിപ്പിക്കും. അപ്പം നിങ്ങൾ ചോദ്യോത്തര പയറ്റ് സംഘടിപ്പിക്കാൻ ശ്രമിക്കുക. ഒരു പകർപ്പ് കടലാസ് ഉപയോഗിച്ച് ഇന്ത്യയുടെ ഭൂപടം വരച്ച് സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തി അവ കട്ടിയുള്ള കടലാസിൽ ഒട്ടിച്ച ശേഷം സംസ്ഥാനങ്ങൾ വെട്ടിയെടുത്ത് ചിക്സോ കളിക്കും. ഇതും നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അടുത്ത ഭാഗമാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഒരുപാട് വൈവിധ്യമുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രദേശത്തുള്ളവർ ഒരേ ഭാഷയാണോ സംസാരിക്കുന്നത്? അല്ല. കേരളത്തിലുള്ള ഭാഷയല്ല തമിഴ്നാട്ടിലുള്ളത് അല്ലെങ്കിൽ കർണാടകയിലുള്ളത്. ഓരോരുത്തരും വ്യത്യസ്ത ഭാഷയാണ് സംസാരിക്കുന്നത്. എല്ലാ ഇന്ത്യക്കാരും ഒരേ വിധത്തിലുള്ള വസ്ത്രമാണോ ധരിക്കുന്നത്? അതും അല്ല. അതായത് വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഓരോ സംസ്ഥാനത്തിലുള്ള മനുഷ്യരും ധരിക്കുന്നത്. ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെയാണോ? നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കും. അതായത് എല്ലാവരും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരു രാജ്യം പല ഭാഷ. അപ്പോൾ നമുക്കറിയാം, അതായത് ഈ നാട്ടുരാജ്യങ്ങളെ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളായി വിഭജിച്ചിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ ഒരു രാജ്യത്ത് തന്നെ പല ഭാഷകളാണുള്ളത്. കേരളീയരുടെ മാതൃഭാഷ മലയാളമാണല്ലോ. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഭാഷ ഏതാണ്? കർണാടകയിലേലോ? അതായത് വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളാണ്. അതായത് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ തമിഴിൽ നമ്മൾ എങ്ങനെയാണ് പറയാം? ഇന്ത്യ എന്നത് നാട് എന്ന് പറയും. കന്നഡയിൽ ഭരതാവുന്ന ദേശ് എന്ന് പറയും. തെലുങ്കുവിൽ ഇന്ത്യ നാം ദേശമോ എന്ന് പറയും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷയാണ് ഓരോ സംസ്ഥാനത്തിലുള്ളവരും ഇന്ത്യയിൽ സംസാരിക്കുന്നത്. മറ്റേതെല്ലാം ഭാഷകളാണ് ഇന്ത്യയിലുള്ളത്? കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കും. അപ്പോൾ അതായത് 28 സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത ഭാഷകളാണുള്ളത്. അപ്പോൾ ആ പട്ടിക പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 28 സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ അവരുടെ ഭാഷയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇത് എഴുതിയെടുക്കുക. അപ്പോൾ കുറച്ച് ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതായത് അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇത് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് EVS നോട്ട്ബുക്കിൽ. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, അതിൽ ഇന്ത്യയുടെ രൂപയുടെ നോട്ടുകളിൽ മൂല്യം 17 ഭാഷകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കാശ്മീർ, കൊങ്കണി, മലയാളം, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സംസ്കൃതം, തമിഴ്, തെലുങ്ക്, ഉറുദു. ഇങ്ങനെ 17 ഭാഷകളുണ്ട്. അപ്പോൾ നിങ്ങളിനി ഒരു നോട്ടും ശ്രദ്ധിക്കുമ്പോൾ ആ കറൻസി ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും, അതായത് ഒരുപാട് 17 ഭാഷകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതാണ് ഒരു ദേശം പല വേഷം. അതായത് നമുക്കറിയാം ഭാഷകളിൽ വ്യത്യാസമുള്ളതുപോലെ വേഷത്തിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ ചിത്രം നിരീക്ഷിച്ചാൽ മനസ്സിലാകും ഓരോരുത്തരും ഓരോ വ്യത്യസ്ത രീതികളിലാണ് വസ്ത്രം ധരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ജനങ്ങൾ വസ്ത്രധാരണയിൽ എത്രത്തോളം വ്യത്യസ്തരാണെന്ന് കണ്ടല്ലോ. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഇനി നിങ്ങളുടെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ വസ്ത്രമാതൃകയുടെ ഒരു ഡിജിറ്റൽ പ്രദർശനം ക്ലാസ്സിൽ സംഘടിപ്പിക്കും. അപ്പോൾ നിങ്ങളുടെ ടീച്ചർ നിങ്ങളുടെ സഹായത്തോടെയും ടീച്ചറുടെ സഹായത്തോടെയും നിങ്ങളിതൊന്ന് പ്രദർശനം നടത്താൻ ശ്രമിക്കുക. ഇനി അടുത്തത്, ഇനി നമ്മുടെ രാജ്യത്തെ
ചില ആഘോഷങ്ങൾ പരിചയപ്പെടും. ചിത്രത്തിൽ ഏതെല്ലാം ആഘോഷങ്ങളാണ് നിങ്ങൾക്ക് പരിചയമുള്ളത്? അപ്പോൾ ദീപാവലി ഉണ്ട്, അതുപോലെ തന്നെ ബക്രീദ് ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്മസ്, ഓണം എന്നിവയെല്ലാമാണ് ആ ചിത്രത്തിലുള്ളത്. ഇന്ത്യയിലെ പ്രധാന ആഘോഷങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ ഒരുപാട് ആഘോഷങ്ങളുണ്ട്, ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമാണ്. അതായത് നമുക്ക് ദീപാവലി, അതുപോലെ തന്നെ ഈദ് ഉൽ ഫിത്തർ, ക്രിസ്മസ്, ഹോളി, ഓണം, വിഷു, അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. കൂടുതൽ ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഡിജിറ്റൽ ആൽബം നിർമ്മിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ലഭിക്കുകയാണെങ്കിൽ, ഇൻ്റർനെറ്റിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ടീച്ചറുടെ സഹായത്തോടെ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കൂ. ഇനി അടുത്തത്, കലകൾ പലവിധമാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ കലാരൂപങ്ങളാണോ പ്രചാരത്തിലുള്ളത്? അല്ല, ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങളാണുള്ളത്. ഈ ചിത്രം നിരീക്ഷിക്കൂ. ഇവിടെ കുച്ചിപ്പുടിയുടെയും കഥകിൻ്റെയും മോഹിനിയാട്ടത്തിൻ്റെയും അതുപോലെ തന്നെയുള്ള കലാരൂപങ്ങളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതെല്ലാം നൃത്തരൂപങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ട്? അതായത് നിങ്ങൾക്ക് ചിലത് മാത്രമായിരിക്കും പരിചയം ഉണ്ടാവുക. മറ്റുള്ളവ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ പ്രചാരത്തിലുള്ളതാണെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്കറിയാം, മോഹിനിയാട്ടം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കേരളം എന്ന് പറയുന്നതിലെ കലാരൂപമാണ്. ബാക്കി ഭരതനാട്യം, കുച്ചിപ്പുടി, കഥക്, മണിപ്പൂരി എന്നിവ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ മോഹിനിയാട്ടം കേരളത്തിൻ്റെതാണ്, ഭരതനാട്യം തമിഴ്നാട്, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്, കഥക് ഉത്തർപ്രദേശ്, മണിപ്പൂരി മണിപ്പൂർ. ഭാഷയിലും വേഷത്തിലും ഉത്സവാഘോഷങ്ങളിലും കലാരൂപങ്ങളിലും ഇന്ത്യൻ ജനത എത്രമാത്രം വൈവിധ്യം പുലർത്തുന്നുവെന്ന് മനസ്സിലാക്കിയല്ലോ. അതായത് ഓരോരുത്തരും ഒരുപാട് വ്യത്യസ്തരാണെന്ന് നമുക്ക് ഇതിലൂടെ എല്ലാം മനസ്സിലായി. ഇത്തരത്തിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മെ ഒരുമിപ്പിക്കുന്ന ചില അടയാളങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ഇത്രയും വ്യത്യസ്തത ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും ഇന്ത്യക്കാരെന്ന് പറയുന്നതിൻ്റെ അടയാളങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒരുമയുടെ അടയാളങ്ങൾ. ഇന്ത്യയുടെ ദേശീയ പതാകത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ച്. മറ്റെല്ലാം നമ്മുടെ ദേശീയ അടയാളങ്ങളുണ്ട്. ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ മുദ്ര, അതുപോലെ തന്നെ ദേശീയ പക്ഷി, ദേശീയ മൃഗം, ദേശീയ പുഷ്പം, ഇവയെല്ലാം നമുക്ക് എല്ലാവർക്കും ഒന്നാണല്ലേ. നമുക്കിനി ഓരോന്നിനെ കുറിച്ച് പഠിക്കാം. ആദ്യത്തേത് ദേശീയ ഗാനമാണ്. സ്കൂളിൽ നാം ദേശീയ ഗാനം ആലപിക്കാറുണ്ടല്ലോ. നമ്മൾ എല്ലാ ദിവസവും ദേശീയ ഗാനം ആലപിക്കാറുണ്ട്. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ജനഗണമനയാണ് നമ്മുടെ ദേശീയ ഗാനം. അപ്പോൾ ജനഗണമനയാണ് നമ്മുടെ ദേശീയ ഗാനം എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുണ്ട്, അവയ്ക്ക് ഉത്തരം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഏതു ഭാഷയിലാണ് ദേശീയഗാനം എഴുതപ്പെട്ടത്? ഉത്തരം ബംഗാളി ഭാഷയിലാണ്. അടുത്തത്, ദേശീയഗാനം ആലപിക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? നമുക്കറിയാം, നേരെ നിൽക്കണം, ശ്രദ്ധയും മാന്യമായി തന്നെ നിലപാടിലിരിക്കണം. അതുപോലെ തന്നെ കൈ ഇളക്കുകയോ കളിക്കുകയോ അനുയോജ്യമല്ല. അതോടൊപ്പം ദേശീയാഭിമാനവും മാന്യതയും പുലർത്തണം. അതായത് നമ്മൾ നല്ല സ്റ്റാൻഡേർഡൈസിലാണ് നമ്മൾ ദേശീയഗാനം ചൊല്ലുമ്പോൾ നിൽക്കേണ്ടത്. അടുത്ത, ദേശീയഗാനം ആലപിക്കുന്നത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സമയം എത്ര? 52 സെക്കൻഡാണ് അത് ആലപിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അടുത്തതാണ് ദേശീയ മുദ്ര എന്ന് പറയുന്നത്. നമ്മുടെ ദേശീയ മുദ്രയുടെ ചിത്രം നിരീക്ഷിക്കൂ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. എവിടെയെല്ലാമാണ് നിങ്ങൾ ഈ മുദ്ര കണ്ടിട്ടുള്ളത്? അശോക ചക്രവർത്തി ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്ഥാപിച്ച സ്തൂപത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര. അപ്പോൾ സാരാനാഥിലാണ് ഇതുള്ളത്. അതിൽ നിന്ന് നമ്മൾ ഇന്ത്യയുടെ ദേശീയ മുദ്രയായിട്ട് സ്വീകരിച്ചിട്ടുള്ളതാണ്. 4 ദിക്കിലേക്കുമായി നോക്കി നിൽക്കുന്ന സിംഹങ്ങളുണ്ട് ആ ചിത്രത്തിൽ കാണുന്നത്. ഈ മുദ്രയുടെ പ്രധാനമായിട്ടുള്ളത് ചുവടെ മധ്യത്തിലായി കാണുന്ന ധർമ്മചക്രമാണ് അശോക ചക്രം. അശോക ചക്രത്തിൽ 24 അരക്കാലുകളുണ്ട്. അപ്പോൾ ആ ചിത്രം നിരീക്ഷിച്ചാൽ മനസ്സിലാകും. ഇനി ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരം പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. മുദ്രയുടെ ചുവട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യം ഏത്? അതിൻ്റെ അർത്ഥം എന്ത്? അതായത് സത്യമേവ ജയതേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സത്യമാണ് വിജയിക്കേണ്ടത് എന്നാണ്. മുദ്രയിൽ കാണുന്ന മറ്റു മൃഗങ്ങൾ ഏതെല്ലാമാണ്? സിംഹത്തെ കാണുന്നുണ്ട്, ആന, കാള, കുതിര എന്നിവയെല്ലാമാണ് ദേശീയ മുദ്രയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തതാണ് ദേശീയ ഗീതം എന്ന് പറയുന്നത്. ബാങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതം. ബംഗാളി ഭാഷയിൽ സംസ്കൃത പദങ്ങളും ചേർത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ദേശീയ ഗീതം എഴുതിയിട്ടുള്ളത് ബംഗാളി ഭാഷയിലാണ്. അസംബ്ലിയിൽ കൂട്ടുകാരുമൊത്ത് ദേശീയ ഗീതം ആലപിക്കും. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ ചെയ്യേണ്ടതാണിത്. മറ്റു ദേശീയ അടയാളങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തൂ. അവയുടെ ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിച്ച് ക്ലാസ്സിലെ പരിസരമൂലയിൽ പ്രദർശിപ്പിക്കും. അപ്പോൾ അത് നിങ്ങളോട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിനൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും ദേശീയ അടയാളങ്ങളോട് നാം പ്രകടിപ്പിക്കണം. ദേശീയ അടയാളങ്ങളോട് അനാദരവ് പുലർത്തുന്നത് ശിക്ഷാർഹമാണ്. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ അടയാളങ്ങളെ നാം സ്നേഹിക്കണം. അല്ലെങ്കിൽ അതിനെ ആദരവ്
ആദരവില്ലാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷാർഹമാണ്. ഇനി അവസാനത്തെ ഭാഗമാണ് ഇന്ത്യ നമ്മുടെ അഭിമാനം. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യയിലേക്ക് നാം സഞ്ചരിച്ചെത്തിയ വഴികൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലായ ഇന്ത്യയിൽ, അതായത് ഇന്നത്തെ ഇന്ത്യയായി നാം കാണുന്ന ഇതുപോലെയുള്ള ഇന്ത്യയായി മാറിയതിന് പിന്നിൽ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ കഥയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് യാതനകളുടെയും കഷ്ടപ്പാടുകളുടെയും സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഒരു പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് നാം ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഇന്നത്തെ ഇന്ത്യയെല്ലാം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ വഴികളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അനേകായിരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട് നേടിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. പല നാടുകളായി, ഭാഷകളായി, വേഷത്തിലും ജീവിത രീതികളിലുമെല്ലാം വ്യത്യസ്തരായ ഇന്ത്യക്കാർ. ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യക്കാർ എന്ന നിലയിൽ നാം തന്നെ ഒന്നായിരിക്കണം. അതായത് ഒരുപാട് വ്യത്യസ്തത ഉണ്ടെങ്കിൽ പോലും നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണെന്നതിൽ നമ്മളെല്ലാം ഒന്നാണ്. ഈ ഐക്യബോധമാണ് നാനാത്വത്തിൽ ഐക്യത്വം, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. എല്ലാത്തിലും വ്യത്യസ്തരാണെങ്കിൽ പോലും ഇന്ത്യ നമ്മുടെ രാജ്യം എന്നതിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ആ ഒരു ഐക്യബോധത്തെയാണ് നാനാത്വത്തിൽ ഐക്യത്വം, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യ നമ്മുടെ അഭിമാനം. ഒരേ സ്വരത്തിൽ നമുക്ക് ഒരുമിച്ച് പറയാം. എല്ലാവരും ഒരുമിച്ച് പറയുക: ഇന്ത്യ എൻ്റെ രാജ്യം, ഇന്ത്യ എൻ്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. അപ്പം എൻ്റെ രാജ്യമാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് നമ്മൾ ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടെയും തന്നെ പറയുക. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം നേരിട്ടിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യത്തോടെ നാം എല്ലാവരും ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ പാഠത്തിൽ പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളുണ്ട് വിലയിരുത്താം എന്ന ഭാഗത്തിൽ. അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ വിലയിരുത്താം എന്ന ഭാഗത്തിൽ ഒന്നാമത്തെ ചേരുംപടി ചേർക്കുക എന്നതാണ്. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം എന്നാണ്? 1947 ഓഗസ്റ്റ് 15-നാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? നമുക്കറിയാം 1950 ജനുവരി 26-നാണ്. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? 1942 ഓഗസ്റ്റ് 8-ന്. ഗാന്ധിജിയുടെ ചരമദിനം എന്നാണ്? 1948 ജനുവരി 30-നാണ്. ഇന്ത്യയുടെ ഭരണഘടനാ ദിനം എന്നാണ്? 1949 നവംബർ 26. അപ്പോൾ ഇങ്ങനെയാണത് ചേരുംപടി ചേർക്കേണ്ടത്. രണ്ടാമത്തത് ശരിയോ തെറ്റോ എന്ന് അടയാളപ്പെടുത്തുകയാണ്. ഒന്നാമത്തേത് ഗോവ കേരളവുമായി അതിർത്തി പങ്കിടുന്നു. അത് തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ തെറ്റ് എന്ന് എഴുതുക. അടുത്തത് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യയിൽ തീരമുണ്ട്. അത് ശരിയാണ്. ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. അതും ശരിയാണ്. അടുത്തത് ഇന്ത്യക്ക് 5 അയൽ രാജ്യങ്ങളുണ്ട്. അത് തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 7 രാജ്യങ്ങളാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇതാണ് വിലയിരുത്താം എന്ന ഭാഗത്തിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ യൂണിറ്റായ ഇന്ത്യ എൻ്റെ രാജ്യം എന്ന യൂണിറ്റിലെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 4ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസായ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ തന്നെ EVS മലയാളം മീഡിയത്തിൻ്റെയും ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.